വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11 റബ്ഷാദ്. സോ ഒരു സൂപ്പർ മാച്ചാണ് നമ്മുടെ മുന്നിൽ നിന്ന് വരാനുള്ളത്. എം ഐ വേഴ്സസ് RCB ദ ടൈറ്റൻസ്. കാരണം രണ്ട് ഹെവി വെയിറ്റ് ടീംസ് തമ്മിലുള്ള പോരാട്ടമാണ്. ദ മേജർ ഹെഡ്ലൈൻ, ജസ്പ്രീത് ബുംറ ഈസ് ബാക്ക്. ടീമിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് ജസ്പ്രീത് ബുംറ. ജയവർദ്ധൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു നാളെ സെലക്ഷൻ അവൈലബിൾ ആണ് ബുംറ. സോ നാളെ ജസ്പ്രീത് ബുംറ കളിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ എന്താണ് ബുംറയുടെ ഇൻക്ലൂഷൻ MIനെ എന്ത് ചെയ്യിപ്പിക്കും? കാരണം മേജർ ഒരു ഇമ്പാക്ട് തന്നെ മുംബൈന്റെ ടീമിൽ ഉണ്ടാവും. കാരണം ബോളിംഗ് സൈഡിൽ നോക്കുമ്പോൾ ഇപ്പം ഇനീഷ്യൽ സ്റ്റേജുകളിൽ വിക്കറ്റ് കിട്ടുന്നില്ല. കഴിഞ്ഞ കളിയൊന്നും ആദ്യത്തെ 6 ഓവറിൽ വിക്കറ്റ് പോയിട്ടില്ല. സ്പിന്നേഴ്സ് വരുന്ന സമയത്താണ് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ബുംറ എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലും നമുക്ക് ട്രസ്റ്റ് ചെയ്ത ഒരു വിക്കറ്റ് ടേക്കറാണ്. അപ്പൊ ആളുടെ ഇൻക്ലൂഷൻ ടീമിന് നല്ലൊരു ബൂസ്റ്റ് ആണ്. പക്ഷേ ഇഞ്ചുറിയിൽ നിന്ന് വരുന്ന ബുംറ എത്രത്തോളം എഫക്റ്റീവ് ആവും നമുക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു കൺസേണിന് മുന്നേ നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് സീരീസിൽ ആൾ തിരിച്ചു വന്നപ്പോഴുണ്ടായി. പക്ഷെ ആള് ഇഞ്ചുറിയിൽ നിന്ന് വന്നൊരു എഫക്റ്റ് ആളുടെ ബോളിംഗിൽ ആ സമയത്ത് ഉണ്ടായില്ല. തിരിച്ചൊരു ഉണ്ടാവട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. സോ നാളെ വാങ്കഡയിലാണ് കളി. നിലവില് മുംബൈയുടെ സ്ഥിതി കുറച്ച് പരിതാപകരമാണ്. നമ്പർ 8 മുംബൈ നിലവിലുള്ളത്. അത് നാല് മാച്ചിൽ നിന്ന് ആകെ ഒരു വിന്ന് മാത്രമാണ് മുംബൈക്ക് നേടാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു KKRന്റെ കൂടെയാണ് ജയിക്കാൻ കഴിഞ്ഞത്. സോ മുംബൈക്ക് ഈ മാച്ച് വളരെ നിർണായകമാണ്. കാരണം ഇന്നൊരു മാച്ചും കൂടി തോറ്റിയാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ SRHന്റെ സെയിം സിറ്റുവേഷനിലോട്ട് എത്തും. 5-1 എന്നുള്ള സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് 9 നിന്ന് 7 ജയിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. സോ ആ ഒരു പൊസിഷനിലോട്ട് മുംബൈ ഇപ്പം 4 കളി കളിച്ചതിൽ ഒരു കളി മാത്രമേ ഹോം മത്സരം കളിച്ചിട്ടുള്ളൂ. അതെ, ബാക്കിയെല്ലാം എവേ മാച്ചസ് ആണ്. പക്ഷെ ഹോമിലും തോറ്റു കഴിഞ്ഞ കളി KKRന്റെ ഹോമിൽ ജയിച്ചു, എവേ എല്ലാം തോറ്റു. അപ്പോ നാളെ ഹോമിലെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് മുംബൈ ഇന്ത്യൻസ് നാളെ ഇറങ്ങുന്നത്. ഓപ്പോസിറ്റ് ചെറിയ ആൾക്കാരല്ല, RCB പഴയ RCB അല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. കഴിഞ്ഞ കളി പക്ഷെ GT ആയിട്ട് ഒന്ന് പതറി. പക്ഷെ ടീം കംപ്ലീറ്റ് സെറ്റിൽഡ് ടീമാണ്. അതെ, മുംബൈ പാണ്ഡ്യ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നാളെ. ഹർദിക് പാണ്ഡ്യ വേഴ്സസ് കുർണൽ പാണ്ഡ്യ. അതെ, ടീമില് ബുംറ ഒബ്വിയസ്ലി ബുംറ വരും. അശ്വിനി കുമാർ ഔട്ടാവും. അതാണ് മേജറായിട്ട് ചേഞ്ച് വരിക. എനിക്ക് തോന്നുന്നു RCBയുടെ സൈഡിൽ നിന്ന് വലിയ മേജറായിട്ട് ചേഞ്ച് ഒന്നും വരാനില്ല. കാരണം ഒരു മേജർ അവരായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ 11 അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല എന്ന് തോന്നുന്നു എനിക്ക്. അതെ, കഴിഞ്ഞ കളി അവര് പക്ഷെ സുയാഷ് ശർമ്മനെ കളിപ്പിച്ചില്ല അല്ലെ? പക്ഷെ സുയാഷ് ശർമ്മ ഒബ്വിയസ്ലി കളിക്കണം ആ ടീമില്. ഇഞ്ചുറി എന്താണ്? ഞാനത് വിട്ടുപോയി സീരിയസ്ലി. ഇഞ്ചുറി മാറിയോ രോഹിത് ശർമ്മയുടെ? ഇഞ്ചുറി മാറിയിട്ടുണ്ടാവും. നാളെ കളിക്കുന്നതാണ് ഞാൻ കേട്ടത്. സോ അത് വലിയ ബൂസ്റ്റ് ആണ് മുംബൈ ഇന്ത്യൻസിന്. പക്ഷെ രോഹിത് ശർമ്മ തിരിച്ചു വരുമ്പോൾ എനിക്ക് പിന്നെയും പറയാനുള്ളത്, പ്ലീസ് രോഹിത് ശർമ്മ ഇമ്പാക്ട് സബായിട്ട് ഇടല്ലേ. കാരണം ആള് ഫീൽഡിൽ അയാളുടെ ഒരു പ്രസൻസ് ഭയങ്കര വലുതാണ് ബാക്കിയുള്ള പ്ലെയേഴ്സിനെല്ലാം. മുംബൈ ഇന്ത്യൻസ് എന്താ പറയാ, ഒരു സ്റ്റാർ വാർഡ് പ്ലെയർ ആണ്. 5 കപ്പ് നേടിക്കൊടുത്ത വലിയൊരു പ്ലെയർ ആണ്. സോ ആ പ്ലെയറിനെ ഇമ്പാക്ട് സബായിട്ട് ഇടുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം അതെ, സോ ഹർദിക് പാണ്ഡ്യയുടെ ഒരു ടാക്ടിക്കൽ മൂവ് ആണോ അത്? സോ ഫോക്കസ് എല്ലാം ഹർദിക് പാണ്ഡ്യയിലോട്ട് മാത്രം വരാൻ. ഇൻ കേസ് ജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് ആലോചിച്ചിട്ടാണോ ഹർദിക് പാണ്ഡ്യ? സോ വിൽ ജാക്സന്റെ ഒരു ഫോം കൺസേൺ ആണ്. ആള് ഈ പറഞ്ഞതുപോലെ കാരണം ഒന്നാമത് ആളുടെ ഒരു 1 ഡൗൺ ആ ഒരു പൊസിഷനിലോട്ട് ആള് സെറ്റ് ആവുന്നില്ല. കഴിഞ്ഞ ഓപ്പണിംഗിൽ വന്നിട്ടും ആൾക്ക് വലിയൊരു പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വിൽ ജാക്സൺ ഒരു മാറ്റം എന്നുള്ള അറിയില്ല. അപ്പോൾ നാളെ ഒരു മേജറായിട്ടുള്ള മാറ്റം രാജ്ഭാക്ക് പകരം രോഹിത് ശർമ്മ വരും.
അശ്വിനി കുമാറിന് വരും, ബൂമ്ര വരും എന്നുള്ളതാണ് മേജറായിട്ടൊരു മാറ്റം. എനിക്ക് RCBയുടെ സൈഡിൽ നിന്ന് ഇനി ഓക്കെ വാങ്കഡയാണ് സ്പിന്നില് വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവര് സുയാഷിനെ കളിപ്പിക്കാതിരിക്കരുത്. സുയാഷ് കളിച്ചാൽ മതിയാവും. കാരണം അവർക്ക് ഓൾറെഡി ഉണ്ട്, ഹേസൽവുഡ് ഉണ്ട്, ഭുവനേശ്വർ ഉണ്ട്, യാഷ് ദയാൽ ഉണ്ട്, 3 സീമേഴ്സ് ഉണ്ട്. അത് ഇനഫാണ്, 3 സീമേഴ്സ് ഇനഫാണ്. സോ പിന്നെ അവർ വീണ്ടും റസീഖ് സലാമിനെ ഒരു എക്സ്ട്രാ സ്പിന്നേഴ്സിനോട് പോയി ലിവിങ്സ്റ്റണിൽ മാത്രം അവർ സ്പിന്ന് ട്രസ്റ്റ് ചെയ്യണത്, പ്രത്യേകിച്ച് മുംബൈ പോലുള്ള ഗ്രൗണ്ടിൽ ലിവിങ്സ്റ്റൺ ഒക്കെ വന്ന് 3 ഓവർ 4 ഓവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. സോ സുയേഷ് ശർമ്മനെ പോലുള്ള ബൗളറെ നാളെ അവർ തീർച്ചയായും യൂസ് ചെയ്യണം RCB. എനിക്ക് RCB യൂസ് ചെയ്യുന്ന വിചാരിക്കുന്നു. സോ ഇപ്പൊ ചേഞ്ചസ് ഒന്നും RCB മേജറായി ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു വിന്നിംഗ് 11 തന്നെ നിലനിർത്താനാണ് സാധ്യത. യെസ്. സോ പിന്നെ കഴിഞ്ഞ കളിയിൽ ഒരു കോൺട്രവേഴ്സി, തിലക് വർമ്മയുടെ ഒരു റിട്ടയർഡ് ഔട്ട് അല്ല, അതിനുശേഷം ആ ഒരു ബെന്റൽ ബ്ലോക്കിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുന്നുള്ളതും ആകാംക്ഷയോടെ നമ്മളും കാത്തിരിക്കുന്നു. നാളെ തിലക് വർമ്മയുടെ ഒരു റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും, തിലക് വർമ്മന്റെ നാളെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും നമ്മൾ നോക്കിയിരിക്കുന്നു. സാധ്യതകള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. മുംബൈ ആണോ RCB ആണോ നാളെ ജയിക്കുക എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. സോ ഒബ്വിയസ്ലി ബുംറ തിരിച്ചു വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് നാളെ മുംബൈ ജയിക്കാൻ ഒരു വലിയൊരു ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ടീമിന് തന്നെ ഒരു ഭയങ്കര ബൂസ്റ്റാണ്. പിന്നെ വിഘ്നേഷ് നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കളികളെല്ലാം പറഞ്ഞു. കാരണം ഫോറിൻ ബാറ്റേഴ്സിനെല്ലാം എതിരെ വന്ന് ഈ ഒരു ഇന്റർനാഷണൽ ആ ഒരു അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബാറ്റേഴ്സിനൊക്കെ എതിരെ വന്ന് ബോൾ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സോ വിഘ്നേഷിനെ നാളെ നല്ലൊരു അവസരമാണ് നാളെ പ്രൂവ് ചെയ്യാൻ. കാരണം ആളുടെ ഫേവറേറ്റ് ടീം RCB ആണ്. ഞാൻ എവിടെയോ കണ്ടിരുന്നു, ഏതൊരു ഇന്റർവ്യൂവിൽ എന്തോ ആള് കുറെ മുമ്പ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഫേവറേറ്റ് പ്ലെയർ വിരാട് കോഹ്ലി ആണ്, ഫേവറേറ്റ് ടീം RCB ആണ്. സോ ആളുടെ ഒരു ഐഡലിനെതിരെ നാളെ ബോൾ ചെയ്യാൻ അവസരം കിട്ടുക, വിരാട് കോഹ്ലിക്ക് എതിരെ ബോൾ ചെയ്യാൻ അവസരം കിട്ടുക, അത് നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം വന്നൊരു പയ്യന് എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോ വിഘ്നേഷ് പുത്തൂര് നാളെ നന്നായിട്ട് കളിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോ അതാണ് നാളത്തെ ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാനുള്ളത്. സോ RCBയുടെ സൈഡ് വന്ന അവരുടെ ഒരു ഇനീഷ്യൽ പവർ പ്ലേയിൽ രണ്ടുപേരും സ്ട്രൈക്ക് ചെയ്യാനേ വേണം. കാരണം കഴിഞ്ഞ മത്സരത്തെ തോൽവിക്ക് കാരണം അതാണ്. കാരണം 2 ഓപ്പണേഴ്സിനും വലിയതായിട്ട് തിളങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഒരു മേജർ പ്രോബ്ലം. പിന്നെ വരുന്നത് ദേവദത്തിന് സമയം എടുക്കുന്നുണ്ട്. ദേവദത്ത് കഴിഞ്ഞ മത്സരം സമയം എടുത്തില്ല, വന്നത് അടിയാണ്. ദേവദത്ത് പഠിക്കല വേറെ ദേവദത്ത് പഠിക്കില്ല എന്നാ പറഞ്ഞേ. സോ ലിവിങ്സ്റ്റൺ, ടിം ഡേവിഡ് എല്ലാം പ്രതീക്ഷക്കത്ത് ഉയരുന്നു. നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് ഇത്ര വലിയ കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ലിവിങ്സ്റ്റണും ടിം ഡേവിഡ് എല്ലാം പ്രതീക്ഷക്കത്ത് ഉയരുന്നുണ്ട്. അത് അവർക്ക് വലിയൊരു ബൂസ്റ്റാണ്. എനിക്ക് സോ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 50-50 മാച്ചാണ്. രണ്ട് ടീമിനും 50-50 ചാൻസ്. ഇപ്പത്തെ ഫോം വെച്ചിട്ട് ആർക്കാണ് നമ്മളെ RCBക്ക് ചാൻസ് ഉണ്ട്. പിന്നെ മുംബൈ ഓൾറെഡി ജസ്റ്റ് റൂമിന്റെ തിരിച്ചുവരവ് മുംബൈക്ക് നല്ലൊരു ബൂസ്റ്റ് ആണ്. 50-50 ചാൻസ് ആണ് നാളത്തെ കളി. സോ നാളത്തെ ഒരു 5 പ്ലേയേഴ്സിനെ, ഫാന്റസി പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തു. ഞാൻ രോഹിത് ശർമ്മ കളിക്കണോ? ഇഞ്ചറി ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, കളിക്കും. രോഹിത് ശർമ്മ, രജത് പടിത്തർ, കുമാർ യാദവ്, പിന്നെ മിച്ചൽ സാന്റ്നർ, ഓക്കെ. ഞാൻ വിരാട് കോഹ്ലിയും തുടങ്ങാം. വിരാട് കോഹ്ലി, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ആൻഡ് ഭുവനേശ്വർ കുമാർ, ഫിൽ സാൾട്ട്. സോ നാളെ ഓപ്പണിംഗ് പെയർ ക്ലിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. വാങ്കഡയില് ഫിൽസാൾട്ടിന്റെ ഒരു ഗെയിമിന് പറ്റിയൊരു പിച്ചാണ് വാങ്കഡത്തെ പിച്ച്. സോ ഫിൽസാൾട്ടിന്റെ ഭാഗം നല്ലൊരു ബ്രില്യൻ ഇന്നിങ്സ് ഉണ്ടാവും വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ വിരാട് കോഹ്ലി നാളെ ഒരു മോശമല്ലാത്തൊരു ഇന്നിങ്സും കളിക്കും പ്രതീക്ഷിക്കാം. സോ ഭുവനേശ്വർ കുമാർ, രണ്ട് ടീമിന്റെ ആ ഒരു ഓപ്പണിംഗ് സ്പെല്ലാണ് മേജർ ഹൈലൈറ്റ്. കാരണം ഇപ്പുറത്തെ സൈഡ് ബോൾട്ടും ബുംറയും കൂടി ഉള്ള ഒരു ഓപ്പണിംഗ് സ്പെല്ല്, ഇപ്പുറത്തെ സൈഡ് ദീപക് ചാറിന് എറിയാൻ ചാൻസ്. പക്ഷെ സ്റ്റിൽ ആ ന്യൂ ബോളിൽ ഒരു ഓവർ ഫസ്റ്റ് ഒരു ഓവർ ബുംറ വന്ന് എറിഞ്ഞിട്ട് പോകണമെന്നൊരു ആഗ്രഹം.
ഫസ്റ്റോ സെക്കൻഡോ ഓവർ തീർച്ചയായും ബുംറ ആ ഒരു ഫസ്റ്റോ സെക്കൻഡോ ഓവർ ബുംറ ഒന്ന് ചെയ്യണം. അതിനുശേഷം ഉള്ള 5 ഓവർ ഇവർ രണ്ടാളും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന, അങ്ങനെ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഈ പ്രതീക്ഷ എല്ലാം മാറ്റിയെടുത്തതിന് ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ വന്ന് ചെയ്താലും നാളെ സർപ്രൈസർ ആവാനില്ല. അതെ, ടീമിലെ ബെസ്റ്റ് ബൗളർ ആണ് ഹാർദിക് പാണ്ഡ്യ. സോ ഞാൻ തന്നെ ബെസ്റ്റ് ബോൾ ചെയ്യാന്നുകൊണ്ട് വന്നാലും നമ്മൾ സർപ്രൈസ് ആവാനില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുമാറോ. സംഷാദ് പറയണു ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് 50-50 എന്ന്. ഞാൻ പറയണു നാളെ MIക്ക് ചെറിയൊരു എഡ്ജ് ഉണ്ട്. സോ RCB ഏത് ടീമിനെയും ഏത് ഗ്രൗണ്ടിൽ അടിക്കാൻ പറ്റിയൊരു ടീമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സോ നാളത്തെ ഒരു നല്ലൊരു മാച്ച് കാണാം, നല്ലൊരു ഹൈ സ്കോറിംഗ് മാച്ച് കാണാമെന്നുള്ള പ്രതീക്ഷ. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു റബ്ഷ, താങ്ക് യു ഫോർ ജോയിനിങ്.